ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു പ്രോഡക്റ്റോടാണ്. അതിൻ്റെ പേര് ബ്ലൂടൂത്ത് എയർമോസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സ്മാർട്ട് ടി വിസ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് ടി വിസ് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ഡോങ്കിൾ കിട്ടും. ഈ ഡോങ്കിൾ നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിമോട്ടായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലാണ്, ഇതിൻ്റെ ബോട്ടം സൈഡിലാണ് നമുക്ക് USB പോർട്ടുണ്ട്. നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെർച്വൽ കീസ് ഉണ്ട് മുകളിലായിട്ട്. ഇത് കണക്ട് ചെയ്യുന്ന വളരെ സിമ്പിളാണ്. നമ്മൾ ടി വിയുടെ ബാക്കിലായിട്ട് നമ്മൾ ഇതിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ കാണാൻ സാധിക്കും, വളരെ ഈസിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല റെസ്പോൺസീവാണ്. ഓക്കെ, ഇതൊരു ആപ്റ്റോ ടി വി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് നമുക്ക് എയർമോസ് വഴി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. സോ ഇതുവഴി നമുക്ക് എയർമോസ് യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ റിമോട്ടിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് കീബോർഡ് ലഭിക്കുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ടി വിക്കകത്തുള്ള കീബോർഡ് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ടി വിയിലെ നാവിഗേഷൻ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ തന്നെ ഗൂഗിളിൻ്റെ ക്രോം സെർച്ച് ചെയ്തിരിക്കുകയാണ്. ടി വിയുടെ പ്ലേ സ്റ്റോറിനകത്ത് ഗൂഗിളിൻ്റെ ക്രോം അവൈലബിൾ അല്ല. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. സോ ഈ റിമോട്ട് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിളിൻ്റെ ക്രോം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആവുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ടി വിയുടെ റിമോട്ട് വഴി ഉപയോഗിക്കാനായിട്ട് വലിയ പാടാണ്. ക്രോം ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു റിമോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്ക് മൗസ് പോയിന്റ് വരുന്നുണ്ട്. നമുക്കത് ഓണാക്കിയോ ഓഫാക്കിയോ ചെയ്യാം. ഈ മൗസ് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ക്രോം വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ തൽക്കാലം സൈൻ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് വെബ്സൈറ്റ് ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് റിമോട്ടിനകത്തുള്ള കീപാഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മൗസ് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് സ്ക്രോൾ ചെയ്യാനും അതുപോലെ വെബ്സൈറ്റ് ലോഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അതിലൂടെ കാണാൻ സാധിക്കും പേജ് വളരെ ഈസി ആയിട്ട് ലോഡായി. ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് നോക്കാം. ESPNൻ്റെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് ലോഡ് ആവുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല. നമുക്ക് കാണാൻ സാധിക്കും നല്ല റെസ്പോൺസീവാണ്. ഓക്കെ, നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് മാറാനായിട്ട് പറ്റും. ഇവിടെ ചേഞ്ച് ടു ഡെസ്ക്ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വെബ് പേജും ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ കാണാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ വേറെ സൈറ്റ് നോക്കാം. ഫേസ്ബുക്കിൻ്റെ ഒരു സൈറ്റ് ഇപ്പം ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ടി വിയിൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ടൈപ്പ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് സാധാ റിമോട്ട് ഉപയോഗിച്ച്. പക്ഷേ ഈ റിമോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കീപാഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. യൂട്യൂബ് മാത്രമല്ല, നമുക്ക് ആമസോൺ പ്രൈം അതുപോലെ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാറിനകത്തൊക്കെ നമുക്ക് വീഡിയോസ് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഏകദേശം 2 ആഴ്ച വരെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് ടൈമും വളരെ കുറവാണ്. ഏകദേശം അരമണിക്കൂർ മതി. വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആകും. നമുക്ക് മൊബൈലിൻ്റെ ചാർജർ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ പവർ ബാങ്ക് വഴിയോ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.